മെച്യൂറിങ് ഇൻ ക്രൈസ്റ്റ്, പക്വത പ്രാപിക്കുക. ഈ പക്വത എന്നൊക്കെയുള്ള വേർഡ് ഉപയോഗിക്കാൻ തന്നെ ഭയമാണ്. ആർക്കാണ് പക്വതയുള്ളത്? പക്വത പ്രാപിക്കുക എന്ന് വചനം പറയുന്നു. മെച്യൂർ ഇൻ ക്രൈസ്റ്റ്. ദൈവമക്കൾ, നമ്മുടെ പിതാവ് ദൈവം, നമ്മുടെ ദൈവം പിതാവാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അലസതയ്ക്ക് സമയമില്ല. എല്ലാ ദിവസവും പിതാവ്, പുത്ര, പരിശുദ്ധാത്മ നമ്മളെ ചില ജോലികൾ ഏൽപ്പിക്കും. ചിലത് ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും. പക്ഷേ ഗോഡ് നോസ് വാട്ട് വി ക്യാൻ ഡു. ഓരോരുത്തർക്കും ഏൽപ്പിക്കുന്ന ജോലി വ്യത്യാസമുണ്ട്. നമ്മളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുക. ചിലപ്പം ദൈവം നമുക്ക് ഇഷ്ടമുള്ള ചില വാതിൽ അടച്ചെന്നിരിക്കും. സാരമില്ല, ഹി ഹാസ് എ ബെറ്റർ ഡോർ. ഒരു വാതിലടയ്ക്കും, അവൻ 2 വാതിൽ വേറെ അതിലും മനോഹരമായി തുറക്കും. ഇതൊരു സിയോൻ യാത്രയല്ലേ നമ്മുടെ. ഈ യാത്രയ്ക്കകത്ത് ഇന്നലെ കണ്ടവർ ഇന്ന് കാണണമെന്നില്ല. ബിക്കോസ് ഗോഡ് നോസ് ദ ബെസ്റ്റ് തിങ്. 10 വർഷത്തിന് മുമ്പ് കണ്ടിട്ടുള്ള പലരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നീക്കുന്നുണ്ട്. അവരെ പിന്നെ കാണാറേയില്ല. സ്കൂളിൽ പഠിച്ചപ്പോൾ നമ്മൾ ഓർക്കുന്ന പോലുമില്ല. അപ്പോൾ ഇതൊക്കെ ജീവിത യാത്രയിൽ നടക്കുമെങ്കിലും ക്രിസ്തുവിലായിട്ടുള്ളവർക്ക് നമ്മളെ ദൈവം പക്വതയുള്ളവരാക്കി മാറ്റുമ്പം നമുക്കൊരു വ്യത്യാസം വരും. നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം വരും. ആ മെച്യൂറിങ് ഇൻ ക്രൈസ്റ്റ്, അതാണ് കൊളോഷ്യൻസിൻ്റെ 1:26 തൊട്ട് 29 വരെയുള്ള വാക്യം വളരെ പ്രധാനമാണ്. അതിനകത്ത് ദൈവം തമ്പുരാൻ പറയുന്നത്, കൊളോഷ്യൻസ് 1:26-29, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അതായത് മറഞ്ഞു കിടന്ന മർമ്മങ്ങളെ ദൈവം നമ്മളെ വെളിപ്പെടുത്താൻ പോവുകയാണ്. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധാനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ദൈവത്തിൻ്റെ ഈ മർമ്മം, അതിൻ്റെ ശക്തി എന്തെന്ന് ജാതികളോടുകൂടെ പറയാൻ തക്കവണ്ണം, നമ്മളോടല്ല, നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോട് പറയാൻ തക്കവണ്ണം ദൈവത്തിന് ഇഷ്ടമായി. ദൈവം പറഞ്ഞു, ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതിന് അത് മാത്രം അറിഞ്ഞാൽ മതി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഗോഡ് ഈസ് റിസൈഡിങ് ഇൻസൈഡ് us. അത് ഹീ ഈസ് ദി എംബോഡിമെൻ്റ് ഓഫ് ഓൾ ഗ്ലോറി. അവൻ എന്നിൽ വസിക്കുകയാണ്. ഇറ്റ് ഈസ് ഹീ ഹൂം വി പ്രൊക്ലെയിം. We are warning everyone, teaching everyone in all wisdom, so that we may present everyone mature in Christ. ക്രിസ്തുവിൽ മെച്യൂറാക്കി കാക്കുകയാണ്, പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്നവരാക്കുകയാണ്. അതുകൊണ്ടാണ് അവർ കഴിഞ്ഞിട്ട് ബാക്കി പറയുന്നത്, അവനെ ഞങ്ങൾ അറിയുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. എന്താണ്? ദൈവമക്കളെന്നുള്ള പദവി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ ഇരിക്കാനൊക്കത്തില്ല. പിന്നെ ഒരു യുദ്ധക്കളത്തിൽ ദിനംപ്രതി യുദ്ധമുണ്ട്. അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല. ചിലപ്പം ഈ പൗലോസ് പറയത്തില്ല, ഞാൻ ജഡയുദ്ധം ചെയ്തു, അത് പറയുമ്പോൾ നമുക്കൊക്കെ അത് മനസ്സിലാകത്തില്ല. പക്ഷേ സത്യത്തിൽ ആത്മാവിൽ ഓരോ പടി കയറുമ്പോഴും ഒരു യുദ്ധമുണ്ട്. ഈ നമ്മുടെ ദൈവത്തിൻ്റെ പടി ഓരോന്ന് കയറുന്നതിന് മുമ്പ് ചുമ്മാതെ കയറാമെന്ന് ആരും വിചാരിക്കേണ്ട. നമ്മളിലുള്ള ഈ മലയുടെ മുകളിലേക്ക്, വലിയ ഹിമാലയത്തിൻ്റെ മുകളിലൊക്കെ നമ്മൾ കയറുകയെന്ന് വിചാരിക്കുക. നമ്മൾ മലയുടെ മുകളിലോട്ട് നമ്മൾ മൗണ്ടനിയറിങ് വെച്ച് കയറുന്ന ഉടനെ നമ്മൾ ആദ്യമേ ഒത്തിരി സാധനമൊക്കെ വലിച്ചു കെട്ടിക്കൊണ്ട് പോകും. കുറേ കഴിയുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പാടാകും. കാരണം അത് എയർ ബിക്കം തിന്നർ. അപ്പോൾ നമ്മൾ കയ്യിലുള്ള ബെഡും വലിയ ഭാരമുള്ള എല്ലാം കുറേശ്ശെ ഇറക്കി താത്ത് വെച്ച് ലാസ്റ്റ് ചെല്ലുമ്പം ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും കാണത്തില്ല. ബിക്കോസ് വി കനോട്ട് ക്യാരി എനിത്തിങ് അതർ ദാൻ അവർസെൽസ്. നമ്മളീ കൊണ്ടുപോയ സാധനം എല്ലാം അവിടെ ഇവിടെയും വലിച്ചെറിയേണ്ടി വരും. അതുപോലെയാണ് പല കാര്യങ്ങളും ക്രിസ്തുവിൽ മെച്യൂറാകുമ്പം ലോകത്തിലുള്ള പല കാര്യങ്ങളും വേണ്ട എന്ന് വെച്ചെങ്കിലേ, അതായത് എലിമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്, വേണ്ടാത്തതെല്ലാം എലിമിനേറ്റ് ചെയ്യുക. എന്തെല്ലാം വാരിക്കൂട്ടി നമ്മൾ മനുഷ്യ സ്വഭാവം. ഒരു 10-25 വയസ്സ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി, പിന്നെ മക്കൾ വന്നു, പിന്നെ വീട് വെക്കുന്നു, പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാം ഒരു വാങ്ങിക്കൂട്ടലാണ്. പിന്നെ ഒരു 50-60 വയസ്സാകുമ്പോഴത്തേക്ക് പിള്ളേർ വീട്ടിൽ നിന്ന് പോകും. പിന്നെ വീട് ഒരുതരം കിളിക്കൂട് പോലാകും, കിളിയില്ലാത്ത കൂടുകൾ പോലാകും. പിന്നെ ഓരോന്ന് എലിമിനേറ്റ് ചെയ്യും. ലാസ്റ്റിൽ ഇതെല്ലാം ഒരു ഭാരമായി മാറും. ജീവിതം ഇങ്ങനെയാണ്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളോട് പറയുന്നു, നമുക്ക് ഒരു മർമ്മം അറിയണം, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ എന്ന്. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശ എന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മൾ അറിയണം.
ഇത് ചുമ്മാ പറയുന്നതുകൊണ്ടാകത്തില്ല. നമ്മൾ ഈ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവൂ. എപ്പോഴും ഈ മക്കളെന്നുള്ള പദവി, ഈ മക്കളെന്ന് അല്ലെങ്കിൽ പൊന്നു മക്കളെന്നുള്ള പദവി, അങ്ങനെയുള്ളവർക്ക് മത്സരബുദ്ധിയില്ല. അയ്യോ മറ്റേ ആളിങ്ങോട്ട് വന്നു. മത്സരബുദ്ധി ജഡത്തിൽ അല്പം കയറി വരുമായിരിക്കും, പക്ഷെ മത്സരബുദ്ധി അധികം നിൽക്കൂല. കാരണം ഐ നോ വെയർ ഐ സ്റ്റാൻഡ്. ദൈവം പറയും. ഇപ്പോൾ ഈ നമ്മുടെ ഈ അടുത്തിടെ ഒരു പ്രശ്നമുണ്ട്. കർത്താവ് നീ ഉണ്ടായിരിക്കും, ഞാനല്ലേ എടുത്തിരിക്കുന്ന വിഷയം. എന്തൊരു മനോഹര. അങ്ങനെ 2-3 ഇൻസിഡൻറ്റ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടന്നു. ഒന്നും മിണ്ടണ്ട, നീ മിണ്ടണ്ട, ഞാനല്ലേ, ഐ ആം ഇൻ ചാർജ്. ക്ലിയറായിട്ട് എന്നോട് ദൈവം പറഞ്ഞു, ഐ ആം ഇൻ ചാർജ്. ആ ദൈവത്തിൻ്റെ ഇൻചാർജ് കാണുമ്പം ഏത് ശത്രു മുമ്പിൽ വന്ന് നിന്നാലും നമുക്കനുകൂലമാക്കി മാറ്റും. ശത്രു മനുഷ്യരല്ലെന്ന് ഓർക്കണം. വി ആർ നോട്ട് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ജഡരക്തങ്ങളോടല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്. നമ്മൾ ഉറച്ചു നിൽക്കുന്ന പാറയാവുന്ന ക്രിസ്തുവിൽ നിൽക്കുകയാണെങ്കിൽ, ഒരു മെച്യൂർ ക്രിസ്ത്യൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, പാറ പോലെ അവൻ ഉറച്ചു നിൽക്കും. അതുകൊണ്ട് ഈ യെശയ്യാ പറയുന്നില്ലേ 27:3, യെശയ്യാ 27 പറയുന്നുണ്ട്, ഈ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മളൊരു നിശ്ചല പാറ പോലെ നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. 26 അത് കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ നിന്നിട്ട് 26 അങ്ങനെ പറയുന്നത്, സ്ഥിരമാനസനിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസം എന്ന് പറഞ്ഞാൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന റീഡല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുമ്പോൾ അങ്ങോട്ടോ ഈ ഒരു ഇല്ല. യു സ്റ്റാൻഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, വിത്ത് ഗോഡ്. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയം. അത് നമ്മൾ പാട്ട് പാടാറില്ലേ, യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലൻ. അത് നമുക്ക് വേറൊരു ഭാരമില്ല. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുണ്ട്. ആ പാറ ഇളകത്തില്ല. സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആർ കംപ്ലീറ്റ് ഇൻ ദംസെൽസ്. ഞാൻ പൂർണ്ണത നിറയുന്നു യേശുവിലാകുമ്പോൾ. അതാണ് മെച്യൂരിറ്റി. കാറ്റും കോളും ഇപ്പം പീസ്. നമ്മൾ എന്താണ് സമാധാനം എന്ന് വെച്ചാൽ എന്താ, എല്ലാം സമാധാനമായിട്ട് ശാന്തമായിട്ട് അല്ല. വലിയ കോളിളക്കത്തിൻ്റെ നടുക്ക് ദൈവം വന്ന് നിൽക്കുമ്പോൾ അവിടെ സമാധാനം ഇല്ലേ, പീസ്. കാറ്റും കോളും അടിച്ചപ്പം കർത്താവ് ആ പടയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാർ വിളിച്ചുണർത്തി എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? അവരെല്ലാവരും നിൽക്കുമ്പം വെള്ളം വീടായിരിക്കും, കർത്താവ് മാത്രം ഉറങ്ങുന്നത്. ഹി ഹാഡ് ദാറ്റ് പീസ് ഇൻസൈഡ്. ആ യേശുവിൻ്റെ പീസാണ് നമ്മുടെ മെച്യൂരിറ്റി കാണിക്കുന്നത്. ചിലർക്ക് ജന്മന ഉണ്ട് കേട്ടോ, ഐ സീ ദാറ്റ്. പക്ഷേ മിക്കവർക്കും ഇല്ല. പക്ഷെ ദൈവം പറയുന്നു, ഞാനകത്തുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുക എന്ന് പറയുമ്പം ദൈവം ഇല്ലാതല്ല, ആ പാറയാവുന്ന ക്രിസ്തുവിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അവൻ എൻ്റെ പാറയാണ്. ഈ ശാശ്വതമായ ദൈവം എനിക്ക് പാറയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കമ്പീറ്റ് ചെയ്യേണ്ട മറ്റുള്ളവരോട്. ഐ ആം ഇൻ ഇറ്റ് സെൽഫ് കംപ്ലീറ്റ്. ഓർഫൻസ് കമ്പീറ്റ്. അനാഥനെന്നും മത്സരമാണ്. എൻ്റെ കസേര അവൻ എടുത്തുകൊണ്ട് പോയി, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാനിത് നേടിയെടുക്കണം. ഇതെല്ലാം അനാഥൻ്റെ ചിന്തകളാണ്. പക്ഷേ ദൈവമക്കൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല. ബിക്കോസ് ദൈവം പറയുന്നില്ലേ, നീ ഉറങ്ങുമ്പം പോലും ഞാൻ നിനക്ക് കൊണ്ടുതരും. ഇല്ലേ? ചിന്തിച്ച് നോക്കുക. കർത്താവിൽ ഞാൻ പലപ്പോഴും കാണും, ചെറിയ കാര്യങ്ങളാണ് വലിയ. ചിലപ്പം ഇന്ന കാര്യം കിട്ടിയാൽ കൊള്ളായിരുന്നു, അത് ചിന്തിക്കത്തേ ഉള്ളൂ. പക്ഷേ 2 ദിവസത്തിനാണ് എൻ്റെ വീട്ടിലത് വന്നിരിക്കും. എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ചില കാര്യങ്ങൾ മക്കളുടെ കാര്യത്തിൽ കിട്ടാത്ത വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചു. എന്താ എൻ്റെ കുഴപ്പമാണ്? അല്ല, അവരുടെ ക്യാരക്ടർ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ക്യാരക്ടർ മോൾഡിങ്. ഗോഡ് ഈസ് ഇൻ ടു ക്യാരക്ടർ മോൾഡിങ്. നമുക്ക് കാര്യം കിട്ടണം, പക്ഷെ ദൈവം ക്യാരക്ടർ മോൾഡ് ചെയ്യാണ്. ഇത് തങ്കം, അതായത് സ്വർണം എടുത്തിട്ട് അത് 7 പ്രാവശ്യം ഒലയിലിട്ട് കത്തിച്ച് അതിൻ്റെ കീടമെല്ലാം കളഞ്ഞ് തങ്കമാക്കി അത് ഗോൾഡാക്കി നമ്മുടെ കഴുത്തേലിടുമ്പം കഴുത്തിന് കറുപ്പ് വരില്ല. അതല്ലെങ്കിലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കഴുത്തെല്ലാം കറുത്തിരിക്കും. ബിക്കോസ് മെറ്റലല്ലേ, അതിനകത്ത് ഇൻപ്യൂരിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. ചിലർ കാത് പൂടാനൊക്കത്തില്ല. ബിക്കോസ് ഈ സ്റ്റാർട്ട്സ് അത് വഴുക്കാൻ തുടങ്ങും. പക്ഷേ സ്വർണം തങ്കമാക്കി അത് മനോഹരമാക്കിയ ഗോൾഡ് ഇടുമ്പം അത് നമുക്ക് ഒരു പ്രശ്നവും വരുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് പ്യുവർ. അത് മെറ്റൽ അത് കാണിക്കുന്നെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ്, അതിവിശുദ്ധമായ പരിശുദ്ധാത്മാ എന്നും എന്നും കഴുകിക്കൊണ്ടിരിക്കണം. ഇന്നലെ എന്നും അല്ല, എന്നും എപ്പോഴും കഴുകണം. വചനം കൊണ്ട് കഴുകുക. വി ഡോണ്ട് ഹാവ് ടു കമ്പീറ്റ് വിത്ത്. എനിക്ക് വേറൊരാളോട് മത്സരിക്കേണ്ട ആവശ്യമില്ല. ഐ ആം കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അതാണ് നമ്മളെ ദൈവം പഠിക്കുന്നത്.
അതുകൊണ്ട് എനിക്ക് വേറൊരാളോട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും ഒന്നാം കസേരയിലിരിക്കുന്ന വ്യക്തിയാകാണ്. ഒന്നാം കസേര കർത്താവ് തന്നിരിക്കുന്ന കസേരയാണ്, കർത്താവിൻ്റെ കൂടെ. രണ്ടാം കസേരയിലിട്ട് മാറല്. ഒന്നാം കസേര ഇരിക്കുന്നവരുടെ പ്രത്യേകത എന്തെന്ന് അടുത്ത ദിവസം പറയാൻ ആഗ്രഹിക്കും. നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടും. ഉന്നതനായ ദൈവം എഴുന്നള്ളി വരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ മുന്തിരി ഞങ്ങൾ മുന്തിരിവള്ളിയാണ്, ഫലം കായ്ക്കും. ചെത്തി വെടിപ്പാക്കേണ്ട ജോലി അപ്പച്ചൻ്റെ. ഓ, എന്തൊരാശ്വാസം അപ്പച്ചൻ ചെയ്തോളുമല്ലോ. ഞങ്ങളെ ആത്മാവിലൊന്ന് സന്തോഷിപ്പിച്ച് നിൻ്റെ ആ വിളവെടുപ്പിൽ ഞങ്ങളെ കൂടെ പങ്കുചേർത്ത് കൊട്ട നിറച്ച് മുന്തിരിയുമായിട്ട് കടന്നു വരുന്ന ആ കാഴ്ച ഞങ്ങൾ കാണുന്ന കർത്താവേ, തലമുറകൾ കുറേ കയറും. ആ സമ്പത്തും സമൃദ്ധിയും അനുഗ്രഹവും ദൈവസമാധാനം ഉള്ളിടത്ത് മക്കൾ കയറി വരും. വരാതിരിക്കാനൊക്കത്തില്ല. എന്നൊക്കെ പിശാച് വെച്ചാൽ അവൻ തോറ്റവനാണ്. അവൻ്റെ സകല തന്ത്രത്തെയും തോൽപ്പിച്ച ദൈവമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി കാണുകയില്ല. ചെങ്കടൽ രണ്ടായിട്ട് ഇതാ മുറിയും, യോർദാൻ മുറിഞ്ഞു മാറിയിരിക്കുന്നു. നമ്മുടെ മക്കൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് കയറിയിരിക്കുന്നു. കർത്താവിൻ്റെ ശാശ്വത ഭുജം അവരെ പൊതിഞ്ഞിരിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങൾ കുടുംബമായിട്ട് നിന്നിൽ സന്തോഷിക്കട്ടെ. നാഥൻ്റെ സാന്നിധ്യം ഞങ്ങളെ അനുഗ്രഹ മക്കളായി മാറ്റിയിരിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.